എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇനിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നത്. നിനക്കൊക്കെ എന്തുവാടാ? കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേണുവിന്റെ ചില കാര്യങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്ത് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ രേണു ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടോ? വീഡിയോ പറയുന്നവന്മാർ ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹായ്, നമസ്കാരം. രേണുസുതിയാണ്. ഞാൻ വന്നത് വേറൊന്നിനുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ മറു സൈഡിൽ രേണുസുതി ആയതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇതൊരു വലിയ വിഷയമാക്കുന്നത്. കാരണം സുധിച്ചേട്ടൻ്റെ മരണമൊക്കെ അത്രത്തോളം ഓളം സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് രേണു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു എതിർപ്പുണ്ടാകുന്നത്. എന്നിരുന്നാൽ പോലും അവർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിൽ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടുന്നതിലൊക്കെ എനിക്കും എതിരഭിപ്രായം തന്നെയാണ്. പിന്നെ അത് അവരുടെ ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ പറയാവുന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അവരത് മാറ്റാനൊന്നും പോകുന്നില്ല. അത് വേറെ കാര്യം. നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെടുക്കാൻ വേണ്ടി ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം ഇടുന്ന പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക. അപ്പം വിവരം പറയാം. അപ്പൊ ഈ എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാനും അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായത് അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കയറി അതിന്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻ റെക്കോർഡൊക്കെ എടുത്ത് പബ്ലിക് ആക്കുന്നത് അല്പം മോശമാണ്. അവർ പറയാനുള്ളത് വന്നിരുന്ന് പറയാം. പക്ഷെ അത് പറയാൻ വേണ്ടിയിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ അക്കൗണ്ടിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അത് വന്നിരുന്ന് റിയാക്ഷൻ ചെയ്യുന്നത് ഇച്ചിരി മോശപ്പെട്ട കാര്യമാണ്. എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാർ ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെടുക്കാൻ വേണ്ടി കുറ്റം പറയാം, വിമർശിക്കാം. അവർ അംഗീകരിക്കുന്നതും അംഗീകരിക്കാത്തതും അതിന് അവർ കമന്റ് തിരിച്ച് പറയുന്നതൊക്കെ അവരുടെ ഇഷ്ടം. രേണു എന്ന് പറയുന്നത് രേണു തന്നെയാണ് പബ്ലിക്കിലേക്ക് കുറെ കാര്യങ്ങൾ ഇട്ട് തരുന്നത്. അതുകൊണ്ട് തന്നെ അതെടുത്ത് റിയാക്ട് ചെയ്യും. പക്ഷേങ്കിലും ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഒക്കെ അവർ പേഴ്സണലി വെച്ചേക്കുന്ന കാര്യമാണ്. അതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ആർക്കെങ്കിലും വിയോജിപ്പ് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ഒരാളെ വിമർശിക്കുമ്പം അയാളുടെ ഭാഗത്തുള്ള ശരികളും കൂടെ നമ്മൾ കാണണമല്ലോ. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, അതിനെതിരെ വീഡിയോ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ, അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ശരികളുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അതിനെ കൂടി സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ വേണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഒരുപാട് സെലിബ്രിറ്റീസ് ഇതുപോലെ ചെയ്യുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ. പക്ഷേ അവരുടെ ആരുടെ ഇതുപോലെ സത്യമറിയാന്ന് പറഞ്ഞാൽ അവരുടെ ആരുടെയെങ്കിലും ഇതുപോലെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവർ എക്സ്ക്ലൂസീവ് കണ്ടന്റൊക്കെ ആയിരിക്കും ഇടുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ രേണു ഇട്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. കാരണം രേണു ഇടുമ്പോഴാണ്, അല്ലെങ്കിൽ രേണു ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം മൊത്തത്തിൽ വൈറലാവുന്നത്. അതുകൊണ്ടാണ് അതിനെതിരെ എല്ലാവരും റിയാക്ഷൻ വീഡിയോസൊക്കെ ഇടുന്നത്. വേറെ കാര്യം, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പബ്ലിക്കിൽ വന്നിരുന്ന് മാന്യമായ രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കും ഉണ്ട്. അതിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അത് കാണുന്നവർക്കും ഉണ്ട്. അതിന് നല്ലതാണെങ്കിലും ഒരാളുടെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് വന്നിരുന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. മാന്യമായ രീതിയിലായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ അതിനെതിരെ ആയാലും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായാലും കമൻറ്റ് പറയാൻ കാണുന്നവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ നിങ്ങളിതിൽ യോജിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. കുറേ പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, കുറേ പേര് അല്ലാത്തവരുണ്ട്. എന്തായാലും ഇത് രേണുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നുള്ളതല്ല ഇതിലെ വിഷയം. ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ കേട്ടപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നി, അത് വന്ന് പറയണം എന്ന് തോന്നി, അത്രയേ ഉള്ളൂ. എനിവേ, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് താഴെ തന്നെ പറഞ്ഞേക്കണേ.